നമ്മളിപ്പം ഹെയറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഫേസിന് ഇപ്പോൾ ഫേഷ്യലും അതുകൂടാതെ ഫേഷ്യൽ കൂടാതെ കറുത്ത ഈ പാട് വന്നതിന്, പിന്നെ പിമ്പിൾസിന് എൻ്റെ അടുത്ത് വർഷങ്ങളായിട്ടൊരു കുട്ടി, ഒരു ചെറിയ റീസൺ ഞാൻ പറയാം. വർഷങ്ങളായിട്ടൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഞങ്ങളുടെ ഒരു മാർക്കറ്റിലെ ഏറ്റവും ടോപ്പായിരിക്കുന്ന ഒരു കമ്പനിയുടേതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ നല്ല കുറവുണ്ടാവും. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ കുട്ടിയുടെ ഹോർമോൺസിലുള്ള ചേഞ്ചസ് വരുമ്പോൾ പിമ്പിൾസ് വരും. പിമ്പിൾസ് വന്നിട്ടത് പിന്നെ വീണ്ടും നമ്മളടുത്ത് പിറ്റേത്തെ മാസം വന്ന് വീണ്ടും ചെയ്യും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം വളരെയധികം വ്യത്യാസം ആ കുട്ടിക്ക് വന്നു. 15 ദിവസം കൂടുമ്പോഴാണ് ഇത്. മാസത്തിലെ 2 ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അത് ആ കുട്ടിയുടെ കംപ്ലീറ്റ് 6 സിറ്റിങ്ങോടുകൂടി കംപ്ലീറ്റ് കുറയുകയും ചെയ്തു. ഹോം കെയർ ആയിട്ട് അതിപ്പോഴും യൂസ് ചെയ്യുന്നതിന് പിമ്പിൾസിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോഴും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. അത് ഏത് കമ്പനിയാണ്? നമുക്കിപ്പം PVR ഒലി എന്ന് പറഞ്ഞിട്ടാണ് ആ കമ്പനി. PVR ഒലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇപ്പോൾ പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് അത് കൂടാതെ പിമ്പിൾസിൻ്റെ അല്ലാതെ ഫേഷ്യൽസ്, പിന്നെ പെഡിക്യൂർ മാനിക്യൂർ ആയുർവേദിക്ക് തന്നെ ഉണ്ട്. പെഡിക്യൂർ മാനിക്യൂർ, പിന്നെ ബ്രൈഡിനുള്ള ബോഡി പോളിഷിംഗ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു അടുത്ത മാസം ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണത്തിന് മുമ്പുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ മേക്കപ്പ് ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസമാണോ അതോ അല്ല, ഒരു മാസം മുന്നേ നമ്മൾ ആ കുട്ടിയെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള നമുക്ക്, ചിലതിന് ഭയങ്കര ഓയിലി സ്കിന്നായിരിക്കും, ചില കുട്ടികൾക്ക് ഡ്രൈ ആയിരിക്കും, പിന്നെ ഡാൻഡ്രഫ് ഉണ്ടാവും, പിന്നെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ടാവും, പെഡിക്യൂർ മാനിക്യൂർ ഇങ്ങനെ കയ്യിലൊക്കെ ഈ മൊരിച്ചില പോലത്തതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ കുറച്ച് ദിവസം മുന്നേ ബോഡി പോളിഷിങ് കൂടെ ചെയ്യുമ്പം ആ കുട്ടി പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സുന്ദരിയായിട്ട് അതിന് കല്യാണ പന്തലിൽ ഇറങ്ങാൻ പറ്റും, കല്യാണത്തിന് ഇറങ്ങാൻ പറ്റും. ശരിക്കും പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, പെട്ടെന്നുള്ള ഒരു മാസം മുമ്പ് തുടങ്ങുകയാണെങ്കിൽ. കാരണം പെഡിക്യൂർ മാനിക്യൂർ ഇങ്ങനെ കണ്ടതൊക്കെ കാലിലൊക്കെ ചിലപ്പോൾ ഈ ഷൂ ഒക്കെ ഇട്ട് കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ തഴമ്പ് മാതിരിയുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടാവും, കറുത്ത പാടുണ്ടാവും. അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് എന്തൊക്കെ ഫേഷ്യലുകൾ തന്നെ ഇപ്പോൾ പല തരത്തിലുള്ള ഫേഷ്യലുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെ സ്കിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണോ അതാ പറഞ്ഞത്, നമ്മളിത് ചെയ്യുമ്പം ശരിക്കും കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരാളുടെ കൺസൾട്ടിങ് കൂടെ മാത്രമേ നമുക്ക് ആ സ്കിന്നിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പറയും ഇപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വേണം, അപ്പോൾ ചിലപ്പോൾ അവരുടെ സ്കിന്നിന് അത് ചേരൂലായിരിക്കും. അപ്പോൾ നമ്മളത് പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ നിർബന്ധിച്ച് പറയുന്നവരോട് നമുക്ക് പറയാം ഞാൻ ചെയ്തു തരാം, പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഞാൻ ഉത്തരവാദിയില്ലെന്ന് പറയാം. കാരണം നമ്മൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതിനെ പോലെയുള്ള സ്കിന്നാണ്, അപ്പോൾ ഇതിന് ചെയ്യുമ്പോൾ ഇന്നേ പ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ വരും, ഇന്നേ ഫേഷ്യലായിരിക്കും നല്ലത്, അല്ല ചിലതിന് ഫേഷ്യൽ ചെയ്യാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതിൽ ചിലതിന് നമ്മൾ മസാജിങ് കുറച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി.
പിന്നെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നമുക്ക് പറയുന്നേക്കാം ഈ ഒരു ഓയിൽ തേച്ച് കഴിഞ്ഞാൽ വയറ് കുറയും, എക്സസൈസ് ഒന്നും ചെയ്യേണ്ട. അതൊക്കെ എങ്ങനെ മാഡത്തിന്? അതിപ്പം നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി കുറ്റം പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ഒരു പ്രോഡക്റ്റ് ഒരാൾ ഉണ്ടാക്കുമ്പോൾ അതിന് റിസൾട്ട് ഇല്ലാതെയൊന്നും ആയിരിക്കില്ല. പക്ഷെ അവർ പറയുന്ന രീതിയിൽ നമ്മളത് ചെയ്തിരിക്കണം, ഉപയോഗിക്കണം. അതാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലാണ് കാര്യമുള്ളത്. അല്ലാതെ കുറേ വാരി തേച്ച് അങ്ങ് പോയത് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവരിൽ നിന്ന് നമ്മൾ ശരിക്കും കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ മുടിയൊക്കെ പൊഴിയാനുള്ള കാരണങ്ങൾ, ഈ താരൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെതിരെ കാരണം എന്ന് പറയുന്നത് പലതാണ്. ചിലർക്ക് ടെൻഷൻ കൊണ്ട് മുടി പൊഴിയും. പിന്നെ നമ്മൾ ഈ പുറത്തെല്ലാം പൊല്യൂഷൻ കൂടുതലല്ലേ, പുറത്ത് ചെന്നിട്ട് ചിലർ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് അത് കളയാതെ പുറത്തിറങ്ങും. അപ്പോൾ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് നമ്മളുടെ ഈ പോസ്റ്റൊക്കെ ഓപ്പൺ ആവും, അതിനകത്ത് ഈ വേർപ്പ് അല്ല പൊടിയൊക്കെ അടിഞ്ഞ് ഇതെല്ലാം അങ്ങ് ക്ലോസ്ഡ് ആവും. ക്ലോസ് ആയി കഴിയുമ്പോൾ നമുക്ക് മുടി വളരെ ഇല്ലാതെ ഡാൻഡ്രഫായിട്ട് മാറും. അങ്ങനെയൊക്കെയാണ് ഈ പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചിലർക്ക് പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മുടി പൊഴിയാം. പക്ഷെ അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം, എങ്ങനെയാണ് അവർക്ക് മുടി പൊഴിയുക. അപ്പോൾ അത് നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് സ്കാൾഫ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും. പിന്നെ ഈ ഡൈ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് ശരിക്കും അവർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് അടഞ്ഞിട്ട് ഈ എയർ ഹോളൊക്കെ അടഞ്ഞിട്ട് അങ്ങനെ അത് ബ്രേക്കായി പോകും അവിടെ. അപ്പോൾ മുടി വളരെ ഇല്ല, പൊഴിഞ്ഞു പോകും. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് അത് ആയുർവേദം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ ചെയ്യുന്നത്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റിൽ നമ്മൾ ഈ താരൻ ഉള്ള ഭാഗം ഒന്ന് ചെറുതായിട്ട് അതിനെയൊക്കെ ഇളക്കിയെടുക്കുന്നു. എന്നിട്ട് അതിനൊരു ടോണറുണ്ട്. ടോണർ വെച്ച് ആദ്യം സ്കാൾഫിൽ നമ്മൾ ആ ടോണർ ഇടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചർ ക്രീമുണ്ട്, അത് പ്യുവർ ആയുർവേദിക്കാണ്. ആ ക്രീം തലയിൽ നന്നായിട്ട് തേച്ചതിന് ശേഷം സ്റ്റീം കൊടുക്കും. സ്റ്റീം കൊടുത്തിട്ട് ഇതിൻ്റെ മരുന്നുകളെ നമ്മൾ ശരിക്കും അകത്തേക്ക് സ്കളിലേക്ക് ഇറക്കി ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് തണുത്തതിന് ശേഷം അത് നമ്മൾ ഒരു ആയുർവേദിക് സോപ്പുണ്ട്, അത് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ഒന്നും കൂടെ ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ആയുർവേദിക് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഇത് തല മസാജ് ചെയ്യും. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് മസാജറുണ്ട്, വൈബ്രേഷൻ, അത് വെച്ച് മസാജറിന് ശരിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റീം കൊടുത്തിട്ട് ഈ എണ്ണയിലുള്ള മരുന്നുകളെ നമ്മൾ ഇതിലേക്ക് സ്കാൾഫിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീം കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്റ്റീം കൊടുത്തു കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആയുർവേദിക് ഷാമ്പു ഉണ്ട്, ആ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് തല നനയ്ക്കാതെ ഫസ്റ്റിൽ തലയിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ഈ ഷാമ്പു മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ അതിട്ട് മുടിയിലിട്ട് നന്നായിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്കാൾഫ് ക്ലെൻസായി നന്നായിട്ട് മുടിയിലെ എണ്ണയും പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുടി നല്ലോണം ഡ്രയർ ചെയ്തതിന് ശേഷം പ്രൊട്ടക്ടർ ഇട്ട് കൊടുക്കണം.